കട്ടെടുത്ത് ചെയ്യുന്ന ബ്ലോഗേഴ്സിന്റെ അടുത്ത് കൂടിയാണ് കേട്ടോ. അവിടെ ഇവിടെ പിന്നെ വേറൊരു കാര്യം വീണ്ടും വീണ്ടും പറയാം, നിങ്ങൾ ഈ പറയുന്ന പോലെ ഞങ്ങൾ പ്രതികരിക്കുന്നതിന് മാത്രം എടോ മാന്യമായിട്ട് തന്നെ ഇപ്പം ഞാൻ പറയാം. കാര്യം ഒരാളുടെ ഡിസേബിലിറ്റിയെ വെച്ച് കളിയാക്കാൻ ഒന്നെങ്കിൽ അവൻ ഗോവിന്ദചാമി ആയിരിക്കണം. മനസ്സിലാ എടാ അഭിമോനെ, കാലം കുറയായി നിന്റെ ഈ സാധനം ഞങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നു. നീ പറയുന്ന സാധനം ഉണ്ടല്ലോ ഡിസബിലിറ്റി, കുറേ ആയില്ലേ, നിർത്തിക്കൂടെ നിനക്ക്? അല്ല, നീ കുറെ കാലങ്ങളായിട്ട് നിന്റെ ഡിസബിലിറ്റിയെ കുറ്റം പറഞ്ഞ് ബാക്കിയുള്ളവർ കുത്തുന്നു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. ഇതുവരെയായിട്ടും അത് നിർത്തിയോ ആരെങ്കിലും? ഇല്ലല്ലോ. ഇനി അത് തുറന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാവോ? ഇങ്ങനെയാടാ ഈ നാട്ടിൽ, ഇങ്ങനെയാ ഈ നാട്ടിൽ. വളരെ സങ്കടത്തോടു കൂടിയാണ് ഞാനാ പറയുന്നത്, വളരെ സങ്കടത്തോടു കൂടി തന്നെ. നീ ഇതിങ്ങനെ ഇരുന്ന് തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം? നിന്റെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ അടിയിൽ തന്നെ വന്ന് നിന്റെ കുഞ്ഞിൻ്റെ, സത്യം പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോൾ സങ്കടം തോന്നി. ജനിച്ച കുഞ്ഞിൻ്റെ കാല് ഇവൻ്റെ പോലെയാണോ എന്നൊക്കെ ചോദിക്കുന്ന സാധനം കണ്ടു. അവനത് പിന്നും ചെയ്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ. അബി, നിൽക്കും തോന്നുന്നുണ്ടോ നിനക്കിത്? പിന്നെ നിനക്ക് ഇതൊരു കണ്ടന്റ്, അത് മനസ്സിലായി കഴിഞ്ഞു. ഈ ഒരൊറ്റ നിന്റെ അവസാനത്തെ വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, നീ ഈ പറയുന്നതൊക്കെ നിനക്ക് കണ്ടന്റ് ആക്കി, നിനക്കത് വലിയ വിഷമമൊന്നുമില്ല നാട്ടുകാർ വന്നിങ്ങനെ പറയുന്നതിനകത്തൊന്നും. അത് നിന്റെ അടുത്തൊരു കണ്ടന്റ് ആക്കി നീ മാറ്റുന്നു. അത് നിന്റെ വീഡിയോയിലൂടെ നല്ല വ്യക്തമായിട്ട് നീ നിന്റെ ഭാര്യയും കൂടെ ഇരുന്ന് പറയാതെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അറിയാമായിരിക്കുമല്ലോ, അഭിശ്രീ. ഈ അഭി ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആണ്. എനിക്ക് അങ്ങനെയാണ് ഈ വ്യക്തിയെ അറിയാവുന്നത് കേട്ടോ. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് യൂട്യൂബിലൊക്കെ 1 മില്യൺ അതിലും ഉപരി ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ഡാൻസ് വീഡിയോസ് പിന്നെ സീരിയലിലൊക്കെ അഭിനയിച്ചു എന്ന് ഈ പുതിയ വീഡിയോയിൽ അഭി പറഞ്ഞ കേട്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്കറിയത്തില്ലായിരുന്നു മോനെ, ഉള്ള കാര്യം പറയാലോ. പിന്നെ അഭി കാണുന്നുണ്ടെങ്കിൽ അഭി നിന്റെ വിഷമം മനസ്സിലാക്കുന്നു. പിന്നെ കട്ടെടുത്ത് തിന്നേണ്ട കാര്യം ഞങ്ങൾക്കാണോ നിനക്കാണോ എന്ന് നീ ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ആളുകൾ വന്ന് തെറി പറയാനും നെഗറ്റീവ് കമന്റ് ഇടാനും കാത്തിരിക്കുന്ന ഒരുത്തനാണ് നീ. അതിനെ വിറ്റ് കാശുണ്ടാക്കാൻ അല്ലേ? നിന്നെ ഞങ്ങൾ വിറ്റ് കാശാക്കുന്നു, അത്രയേ ഉള്ളൂ. പിടികിട്ടിയോ? ഇത് തൊട്ടപ്പുറം ഇരിക്കുന്ന ഭാര്യയ്ക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ എത്ര കാലമായി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തന്നെയും പിന്നെയും ഡിസബിലിറ്റി ഡിസബിലിറ്റി ഡിസബിലിറ്റി. നീ ആ ഡിസബിലിറ്റിയെ വിറ്റ് തിന്നുമല്ലേ? ഞങ്ങളെക്കാട്ടിലും ചെറ്റയല്ലേ സത്യം പറഞ്ഞാൽ നീ? അത്ര എനിക്ക് നിന്നോട് ചോദിക്കാറുള്ളൂ. നമുക്കേ ഇവന്റെ കുറച്ച് കഥകളുണ്ട്, അതൊക്കെ ഒന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ളൂ? ഞാൻ എന്ത് തെറ്റാണ് ഇത്? ഇവള് വയറ് കാണിച്ചുകൊണ്ടോ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തതിനാണ് മുഖത്ത് വയറ് കാണിച്ചുള്ള ഫോട്ടോഷൂട്ട് നിങ്ങളുടെ ഇഷ്ടം, ഞാനൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും ഭൂരിഭാഗം ആളുകളും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവനും ഇവൻ്റെ ഭാര്യയായിട്ട് ബന്ധപ്പെട്ടൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ജനിച്ച കുഞ്ഞിനെ തൊട്ട് പുറകിൽ കിടത്തിക്കൊണ്ട് ഈ മോൻ അഭിമോൻ നല്ല വൃത്തികെട്ട വർത്താനം വിളിച്ചു പറഞ്ഞു. അതായത് ഇവൻ്റെ സ്ഥാനത്തേലുള്ള മറക് കുഞ്ഞിൻ്റെ സ്ഥാനത്തേലും ഉണ്ട്, ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ ഇവൻ വിളിച്ചു പറഞ്ഞു. ഞാനത് റിയാക്ട് ചെയ്തില്ല. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരൊറ്റ തവണ എങ്ങാണ്ട് ഇവരെ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. അത് ഇവൻ്റെ ഭാര്യ നിറവയറുമായി ഇരിക്കുന്ന സമയത്ത് പച്ചത്തെറി വിളിച്ചു പറയുക. പച്ചത്തെറി, അതായത് ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ആരൊക്കെയോ എന്തൊക്കെയോ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ തെറി പറയുക അവൻ്റെ ഭാര്യ അടുത്ത് വെച്ചോണ്ടിരുന്നു. അന്ന് ഞാൻ നല്ല രീതിയിൽ ഇവന് 2 ഡോസും കൊടുത്തു വിട്ടതാ. അന്ന് ഞാൻ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിനവൻ തന്നിട്ടില്ല മറുപടി. ഇപ്പോഴും അവൻ മറുപടി പറയുന്നത് അവൻ്റെ ഡിസബിലിറ്റി ആരൊക്കെയോ പറഞ്ഞു, കുഞ്ഞിനെ എന്തൊക്കെയോ പറഞ്ഞു. അതിന് ഞാൻ മറുപടി കൊടുക്കണ്ടേ? മറുപടി കൊടുത്തോടാ. മറുപടി കൊടുക്കുന്നതിനകത്ത് ഞാൻ വലുതായിട്ട് നിന്നെ കുറ്റം പറയുന്നില്ല. പക്ഷേ അത്യാവശ്യം ബോധത്തോടു കൂടി മറുപടി പറ. നിന്റെ കുഞ്ഞിനെ നിന്റെ ഭാര്യ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് അവർ കമന്റ് ബോക്സിലൂടെ എഴുതിയാ പറയുന്നത്. അത് നിന്റെ കുഞ്ഞിന് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് അറിയുന്നില്ല. നീ അതിൻ്റെ ആ കുഞ്ഞ് നിന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് അതിൻ്റെ കീഴെ ഇരുന്നുകൊണ്ട് ഈ നാട്ടുകാർ വിളിച്ച തെറിയെല്ലാം കൂടെ അങ്ങോട്ട് അതിൻ്റെ ഇരട്ടിക്കിരട്ടി നീ ഇരുന്ന് പറയുമ്പോൾ ശരിക്കും ഈ വിളിച്ചവരാണോ തെമ്മാടിത്തരം കാണിക്കുന്നത്, അതോ നീയാണോ ശരിക്കുള്ള ചെറ്റ? അത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ നിനക്കിതൊക്കെ കണ്ടന്റാ അല്ലേ? നമുക്കും ഇതൊക്കെ കണ്ടന്റ്, അത്രേ ഉള്ളൂ കേട്ടോ. വലിയ മാന്യതയൊന്നും ഞാനും ചമയുന്നില്ല. നിനക്കും കണ്ടന്റ് തന്നെ, അത് നീ സമ്മതിക്കത്തില്ല. പക്ഷെ നമുക്കറിയാതെ, ഈ വീഡിയോ കാണുന്നവർക്കും അറിയാതെ. ഇല്ലെങ്കിൽ ഒരു ലിമിറ്റില്ലേ, നിർത്തിക്കൂടെ? കാലം കുറേ ആയല്ലോ. നീ ആ ബിഗ് ബോസ് തൊട്ടേ കേൾക്കുന്നത് ഇവൻ്റെ ഡിസബിലിറ്റിയെ പറ്റി അങ്ങനെ പറഞ്ഞു, ഡിസബിലിറ്റിയെ പറ്റി ഇങ്ങനെ പറഞ്ഞു.
നീ തന്നെയല്ല ഈ നാട്ടുകാർ പറയുന്നതിനെക്കാട്ടിലും കൂടുതൽ നീ തന്നെയാണ് നിന്റെ ഡിസബിലിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി കേൾക്കാം. നോക്കി ഞൊണ്ടിക്കാലാന്ന് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോഴും ഞാൻ പ്രതികരിക്കാതെ ഞാൻ സന്തോഷത്തിൽ താങ്ക് യു സോ മച്ച്. എന്തായാലും ഞങ്ങൾ കുഞ്ഞിനെ വിറ്റ് കാശാക്കുന്നു, പ്രസവം വിറ്റ് കാശാക്കുന്നു, ഇങ്ങനെയൊക്കെയല്ലേ. നീയും ഒക്കെ ഇതൊക്കെ തന്നെയല്ലേ മറ്റുള്ളവന്റെ വീട്ടിനകത്ത് എന്ത് നടക്കുന്നു, ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ കണ്ടന്റ് തന്നെയാണ് ഞങ്ങൾ വിൽക്കുന്നത്. നിങ്ങൾ വല്ലവരുടെയും കണ്ടന്റ് എടുത്തിട്ട് നിങ്ങളല്ലേ അപ്പൊ. മോളെ ഒരു കാര്യം പറയട്ടെ, അല്ലെങ്കിൽ മോനെ ഒരു കാര്യം പറയട്ടെ, ഞങ്ങള് നിന്റെയൊക്കെ അത്രയും ചെറ്റകളല്ല. സ്വന്തം കുടുംബത്തിലെ കാര്യം എടുത്തങ്ങോട്ട്, അല്ലെങ്കിൽ സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും കീഴെ ഇരുത്തിക്കൊണ്ട് നാട്ടുകാർ അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞാൽ കൊച്ചിനെയൊക്കെ അടുത്തിരുത്തിക്കൊണ്ട് ഇരുന്ന് തെറി പറയാനായിട്ട് അത്ര ചെറ്റകളല്ല ഞങ്ങൾ. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ഞാൻ പറയാം. ഞാൻ ആരുടെയും കുടുംബത്തിനകത്തോട്ട് ഒളിഞ്ഞു പോയി നോക്കാൻ നിൽക്കുന്നില്ല. നിന്നെ പോലുള്ള ആളുകൾ വിവരക്കേട് വന്നിരുന്ന് നിന്റെയൊക്കെ ചാനലിലൂടെ തള്ളി ഞങ്ങളിലോട്ട് തരുമ്പോൾ എടുത്തു വെച്ച് ആട്ടുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളാണോ മണ്ടന്മാര് അതോ നീയൊക്കെയാണോ മണ്ടന്മാര്? അതൊന്ന് ചിന്തിച്ചു നോക്ക്. പിന്നെ നിന്റെയൊക്കെ ആവശ്യമാണല്ലോ ഞങ്ങളെ പോലുള്ള ആൾക്കാരെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണമെന്ന് നിന്റെയൊക്കെ തന്നെ ആവശ്യമല്ലേ, എന്നാലല്ലേ കുറച്ചും കൂടെ റീച്ച് കിട്ടത്തുള്ളൂ. ഈ ലാസ്റ്റ് ഇട്ട പ്രഗ്നൻസി റിവീൽ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഇവരുടെ പ്രഗ്നൻസി റിവീലോ ലാസ്റ്റ് ഈ ഒരു വീഡിയോയ്ക്കും തൊട്ട് മുമ്പിട്ടൊരു വീഡിയോ, അതിനകത്താണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവൻ വന്നിരുന്നുകൊണ്ട് ആ കൊച്ചിനെ അടുത്ത് പുറകെ കിടത്തിക്കൊണ്ടിരുന്നുകൊണ്ട് അവന്റെ സാധനത്തിലെ മറവ് കൊച്ചിന്റെ സാധനത്തിലുണ്ട്. ആരൊക്കെയോ എന്തൊക്കെയോ കൊച്ചിന് ഇവന്റെ പോലെയാണോ കാലം എന്നൊക്കെ ചോദിച്ചതിന്റെ പേരിൽ ഇവൻ വന്നിരുന്ന് സംസാരിക്കുക. തെമ്മാടിത്തരവാ ചോദിക്കുന്നത്, അല്ലാന്ന് ഞാൻ പറയത്തില്ല. അഭി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തെമ്മാടിത്തരവാ ചോദിക്കുന്നത്. പക്ഷെ ആ ചോദ്യം നീ എങ്ങനെ നിർത്തും അഭി? ഏത് കാലത്ത് നീ എങ്ങനെ നിർത്തും? ഈ വീഡിയോയുടെ അടിയിലും വന്ന് ഇവന്റെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ അടിയിലും വന്ന് കുറെ മോമാർ അങ്ങനത്തെ കമന്റ് ഇട്ടിട്ടുണ്ട്. ഇത് നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിൽക്കുമോ? ഇല്ല. പിന്നെ ആജീവനാന്തം നിനക്കൊരു കണ്ടന്റ് ഇത് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാം. ഡിസബിലിറ്റിയെ പറഞ്ഞു, അതിന്റെ പേര് കുഞ്ഞിനെ പറഞ്ഞു. ഈ കമന്റിലൂടെ ആൾക്കാർ തെമ്മാടിത്തരം കാണിക്കുന്നതിനെക്കാട്ടിലും വലിയ തെമ്മാടിത്തരം ഈ വീഡിയോ, ഞാനിപ്പോൾ ഈ റിയാക്ട് ചെയ്യുന്ന വീഡിയോ, ഇത് പിന്നെ ഞാൻ ഈ അടുത്ത് ഇവന്റെ കണ്ടതിനകത്ത് ഇച്ചിരി മാന്യതയുള്ളൊരു വീഡിയോ. ഒരു പരിധി കൂടുതൽ ഇവൻ തെറിയും ഒന്നും വിളിച്ചു പറയുന്നില്ല. പക്ഷെ അതിന് മുമ്പുണ്ടായിരുന്ന അവൻ്റെ ഭാര്യ കുഞ്ഞിനെ ആ ഒരു വയറ്റിലുള്ള സമയത്ത് ഇവൻ്റെ ഒരു വീഡിയോ, ഞാനതാണെന്ന് തോന്നുന്നു ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത് ഇവൻ്റെ ബേസിൽ. എന്തൊക്കെയാണ് ഇവൻ വിളിച്ച് പറയുന്നത്? ആൾക്കാർ അങ്ങനെ പറഞ്ഞു, ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറഞ്ഞതിൻ്റെ ഡബിൾ ഇരട്ടിക്ക് അവൻ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അന്ന് ഞാൻ ചോദിച്ചതാ, ആൾക്കാർ കാണിക്കുന്നതിനെക്കാട്ടിലും വലിയ തെമ്മാടിത്തരല്ലേ നീ കാണിക്കുന്നത്? നീ അവിടെ നിന്ന് പറയുന്നതല്ല വയറ്റിൽ കിടക്കുന്ന കൊച്ചു കേൾക്കുന്നില്ലേ? നാട്ടുകാർ പറയുന്നത് എന്തായാലും കൊച്ചു കേൾക്കുന്നില്ല. നീ അവിടെ നിന്ന് കാണിക്കുന്ന മൊത്തം നാട്ടുകാർ കൊച്ചു കേൾക്കുന്നില്ലേ? അതിനൊന്നും അവന് മറുപടിയില്ല. അവൻ ഇപ്പോഴും വന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ചോദിക്കുന്ന ശരിയാണോ, ഇങ്ങനെ പറയുന്നത് ശരിയാണോ, ഞാൻ തെറി പറയും, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. എടാ നിന്റെയും കണ്ടന്റ് മനസ്സിലായോ? നിനക്കും കണ്ടന്റ്, അതും കൂടെ ഒന്ന് സമ്മതിക്ക്. അല്ലാതെ വേറെ മറ്റേ വലിയ ഒന്നും തോന്നിയിട്ടല്ല നിനക്ക്. ബാക്കി കേൾക്കാം. കരഞ്ഞ് മെഴുകി പറഞ്ഞത് നിങ്ങൾക്ക് പ്രഗ്നൻസിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പക്ഷെ ഇങ്ങനെ പറഞ്ഞു പോയി, നിനക്ക് കാര്യമാണെങ്കിൽ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതൊന്നും നമ്മളെ തന്നെ ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ പറയുമ്പോൾ അന്തസ്സായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളും അപ്പുറത്തും ഇപ്പുറത്തും ചാടി നിൽക്കുന്നവരൊന്നും അല്ല. അതല്ല, നമ്മുടെ ലോങ് വീഡിയോന്ന് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്തിട്ട് ആ പോർഷൻ എടുത്തിട്ടിരിക്കുന്നു. ഞങ്ങൾ ഇട്ട് തരാം, ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ വയറ് കാണിച്ചെന്നോ അല്ലെങ്കിൽ അവരുടേതായ സ്റ്റൈലിൽ എന്തെങ്കിലും ഒരു മോഡൽ ചെയ്തു എന്ന് വെച്ചു, അങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരെല്ലാം പോക്ക് കേസെന്നാണ്. ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല. പോക്ക് കേസ്, നിങ്ങൾ വയറ് കാണിച്ച് ഫോട്ടോഷൂട്ട്, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല. നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിലോട്ട് ഞാൻ ഇടപെടത്തില്ല. അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചാലും അങ്ങനത്തെ സാധനത്തിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾ കാണിക്കോ കാണിക്കാതിരിക്കോ വോട്ടവർ, മനസ്സിലായോ? അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അതിനും കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ ചേച്ചി, മറ്റേ പകുതി അവിടെ എവിടെ ഉള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ, മൊത്തം കാണിക്കുന്നില്ലെന്ന്. ഈ അരമണിക്കൂറുള്ള നിങ്ങളുടെ മൊത്തം വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കുറച്ച് പോർഷൻസ് മാത്രമേ എടുത്ത് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ബാക്കി കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട് നമ്മൾ. അതാണ് നിന്റെയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നീയൊക്കെ കാണിച്ച കോപ്രായം വരെ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നത്. അല്ലാതെ അതൊന്നും എടുത്തുകൊണ്ട് ഇവിടെ വന്ന് അതിൻ്റെ ആവശ്യമില്ല. ആയിക്കോ, നിന്റെയൊക്കെ ഇഷ്ടം, അഭിയോടാണ് നിന്റെ ഇഷ്ടം. പക്ഷെ നീ നിന്റെ ഈ ഡിസബിലിറ്റി ഒന്ന് വിടറാ. എടാ വിടറാ, കുറെ ആയില്ലേ, കുറെ കൊല്ലങ്ങളായിട്ട് നീ ഇത് കേൾക്കുന്നതല്ലേ. എന്തെങ്കിലും ഇവിടെ നാട്ടുകാർക്ക് മാറ്റം ഉണ്ടായോ? ഇല്ലല്ലോ. പറയുന്നുണ്ടല്ലോ. ആ പറയുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്ന് നീ ഇനി പറഞ്ഞുകൊണ്ട് വരല്ലേ. അല്ല, പക്ഷെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നിന്നെക്കാട്ടിലും നല്ല ബോധമുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് പറയാൻ നിൽക്കാത്തത്, മനസ്സിലായോ? അതുപോലെ തന്നെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം നീ അത് വിറ്റ് തിന്ന് ജീവിക്കാൻ നിൽക്കുന്നവനാ. നീ ഞങ്ങളെയൊക്കെ കുറ്റം പറയുന്നുണ്ടല്ലോ, നീ നിന്റെ ഭാര്യയും കൂടെ നിങ്ങളെ വിറ്റ് തിന്നുന്നത്. ഞങ്ങൾ നിങ്ങളെ വിറ്റ് തിന്നുന്നതിനെക്കാട്ടിലും കൂടുതലാണ് നീയൊക്കെ നിന്റെ കുറവുകളെ വിറ്റ് തിന്നുന്നത്. ഏതാ ഏറ്റവും വലിയ തെറ്റത്തരമെന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം.
അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ പോലും അറിയാം നമ്മളിപ്പോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി കുറേ ഒരു കാര്യമില്ല. കുറേ കാര്യങ്ങളിൽ നമ്മൾ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. കുഞ്ഞിനെ നോക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മൾ തിരക്കാണ്. കാര്യം നമ്മളിത് അധികം നമ്മൾ ഈ പറയുന്ന പോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടങ്ങ് പോകും. കാര്യം പിന്നെ ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാറില്ല, കമന്റ്സ് ശ്രദ്ധിക്കാറില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ അത്ര വലിയ വയറിലും തേങ്ങയൊന്നും അല്ല കേട്ടോ. ആ ഒരു അഹങ്കാരം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്ക്. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ അവസാനത്തെ വീഡിയോ ഉണ്ടല്ലോ, അതിൻ്റെ വ്യൂവർഷിപ്പും ആ സാധനം എടുത്ത് റിയാക്ട് ചെയ്തവരുടെ വ്യൂവർഷിപ്പും ഒന്ന് പോയി നോക്കിയാൽ മതി. എനിക്ക് ഈ വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ ചാനൽ നല്ല ഡൗണാണ്, അതുകൊണ്ട് കാണില്ല. ഇല്ലെങ്കിൽ എനിക്കും കിട്ടിയേനെ. കാരണം ഇവരുടെ ഒരു പ്രാവശ്യം റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. ഇത്രയും വ്യൂവർഷിപ്പൊക്കെയോ ഇവരുടെ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്താൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നടക്കാൻ ചാൻസ് ഇല്ല, ചാനൽ ഡൗൺ ആണ്. പക്ഷെ ഞാൻ കണ്ടു ഇവരുടെ ഇതിന് മുമ്പുള്ള ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത ആളുകൾക്ക് നല്ല വ്യൂവർഷിപ്പാണ്. ഇവരെക്കാട്ടിലും ഡബിൾ ഇരട്ടി വ്യൂവർഷിപ്പാണ്. അതിൽ നിന്ന് അബിയും വൈഫും ഒക്കെ ഒന്ന് മനസ്സിലാക്കുക, ഈ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അതിലല്ല കാര്യം. നമുക്കുമൊക്കെ അത് നന്നായിട്ട് അറിയാം. സബ്സ്ക്രൈബേഴ്സിലല്ല കാര്യം, നമ്മളെ ഇഷ്ടപ്പെട്ട് വീഡിയോ കാണാൻ വരുന്ന ആളുകൾ, അതിലാ കാര്യം. ഇതിനകത്ത് ഒറ്റ കാര്യം നീയൊക്കെ മനസ്സിലാക്കിയാൽ മതി. നീയൊക്കെ തന്നെ നിൻ്റെയൊക്കെ ആൾക്കാരെ വെറുപ്പിച്ചു. ഫാമിലി വ്ളോഗേഴ്സാണ്, നീയൊക്കെ തന്നെ വെറുപ്പിച്ചു. നമ്മുടെയൊക്കെ ഈ ഓരോ ദിവസവും ഓരോ ടൈപ്പ് ഓഫ് കണ്ടൻറ്റാണ് പിടികിട്ടിയോ. സ്ഥിരം നമ്മൾ അല്ല, പല കണ്ടൻറ്റാണ്. അതനുസരിച്ച് ആൾക്കാർ അവർക്ക് ഇഷ്ടപ്പെട്ടാലേ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സ്ഥിരം നിങ്ങളുടെ വീഡിയോസ് കാണും. പക്ഷെ നിങ്ങളെ ഇഷ്ടമല്ല ഇന്ന് ആളുകൾക്ക്, വെറുത്തു തുടങ്ങി. അതിൻ്റെ എക്സാമ്പിളാണ് നിങ്ങൾക്ക് വ്യൂവർഷിപ്പ് ഇല്ലാത്തത്. ഓക്കെ, സാധാരണ ഈ പ്രഗ്നൻസി റിവീൽ അല്ലെങ്കിൽ ഈ പ്രഗ്നൻസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകൾക്കൊക്കെ, ഡെലിവറി വീഡിയോക്കൊക്കെ ഭയങ്കര വ്യൂവർഷിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് പല ആൾക്കാരുടെ. ഇവർക്ക് അതിനും പറയുന്നത്ര വലിയ ഇവരുടെ ആ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് അനുസരിച്ചുള്ള ഇല്ല. അതെന്തുകൊണ്ടാണ്? നിൻ്റെയൊക്കെ തന്നെ കയ്യിരിപ്പ്, പ്രത്യേകിച്ച് ഈ അബിയുടെ ഒരു ബോധവും പൊക്കണോ ഇല്ലാതിരുന്നങ്ങ് കാണാ എന്നുള്ളത് എറിയും വിളിച്ചു പറഞ്ഞ്. എടാ ഒരു ഇച്ചിരി നമ്മൾ ഓരോ ദിവസം കഴിയും തോറും, ഞാനും ഒക്കെ നല്ല ഒന്നാന്തര അലമ്പനായിരുന്നു. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും നമുക്കൊരു ക്വാളിറ്റി നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണം. അത് നിനക്കില്ല, അതാണ് നിന്റെ പ്രശ്നം. അപ്പോഴത്തേക്ക് 1-2 റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ മിനിഞ്ഞാന്ന് ഒരു പ്രഗ്നൻസി ജേണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുടെ താഴെ പിൻ ചെയ്തിട്ട് കണ്ടു നോക്കുക. അത് നമ്മളെ പ്രഗ്നൻസി ജേണിയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു റീലിനകത്ത് വന്നൊരു കമന്റിന്റെ റിയാക്ഷൻ. ആ കമന്റ് ഇങ്ങനെ ആയിരുന്നു, അതാണ് താഴെ കൊടുക്കാം. കമന്റ് ഇങ്ങനെ ആയിരുന്നു, ചേട്ടന് കാല് വയ്ക്കാത്തല്ലേ, അതുകൊണ്ട് മോനും കാലിന് പ്രശ്നമുണ്ടോന്ന്. അപ്പോൾ മോന് കാലിന് പ്രശ്നമുണ്ടോന്നല്ല, മോൻ്റെയും കാലം അതുപോലെയാണ് പറഞ്ഞിട്ടുള്ളൊരു കണ്ടിട്ട് തോന്നി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആർക്കും തോന്നാത്തൊരു ഡൗട്ട് തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാര്യം മനഃപൂർവ്വം ഇൻസൾട്ടഡ് ആകാനും മനഃപൂർവ്വം ഒരു ജനിച്ചു വീണ കുഞ്ഞിനെ പോലും ഇങ്ങനെ പറയാൻ താല്പര്യം. നമ്മൾ പേരൻസ് ആണ്, മനസ്സിലായോ? ഈ കുഞ്ഞാവയുടെ പേരൻസ് ആണ്. അത് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ താഴെ മറ്റുള്ള കമൻസ് വരുമ്പോഴും ഓട്ടോമാറ്റിക്കലി ആ കമൻസിന് നമ്മൾ പ്രതികരിക്കും എന്ന് മനഃപൂർവ്വം അറിയാൻ വേണ്ടി, അഥവാ മനഃപൂർവ്വം ഇനി പ്രതികരിക്കാൻ വേണ്ടി ചെയ്തതാണോ? കാര്യം ഇതെടുത്ത് വീഡിയോസ് എടുത്തിട്ട് നമ്മളെ എടുത്തിട്ട് നമ്മളിത് പ്രതികരിക്കുമ്പോൾ തിരിച്ച് അതിനെതിരെ നമുക്കെതിരെ പ്രതികരിക്കാൻ വേണ്ടി നമ്മൾ ഓട്ടോമാറ്റിക്കലി സാധാരണക്കാരായിട്ടുള്ളത് എല്ലാവരും പറയുന്നത് കേട്ട് കുറേ വീഡിയോസിലൊക്കെ ഇവനൊക്കെ സെലിബ്രേറ്റ്, ഇവൻ്റെ സ്വന്തം മാനവും വിലയും കളയുന്നത്. എനിക്ക് മാനവും വിലയും ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനൊരു സാധാരണക്കാരനായിട്ട് ഒരു കോളനി ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തോന്നുന്ന വികാരങ്ങളൊക്കെ തന്നെ എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. ഞാനൊരു സെലിബ്രിറ്റി അല്ല. ഇപ്പൊ നമ്മളെ വൈഫിനെയോ നമ്മളെ കുഞ്ഞിനെയൊക്കെ ഓരോന്ന് പറയുന്നത് കേട്ട് നിൽക്കാനുള്ള അത്ര വലിയ മനസ്സുള്ള ആൾക്കാരൊന്നുമല്ല. എനിക്ക് പ്രതികരണ ശേഷി ഇത്തിരി ഉള്ളതാണ്. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ, കാരണം പ്രത്യേകിച്ച് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് മിക്കപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, എന്നെ ഡിസേബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഡിസേബിലിറ്റി കാരണം അനുഭവിക്കുന്ന കുറേ പേരുണ്ട്. ഈ ഡിസേബിലിറ്റി കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തുന്ന കുറേ ഇൻസിഡൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇപ്പോഴും അങ്ങനെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ 7ാം മാസത്തിൽ ഒരു വയർ കാണിച്ചുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തു. ആ ഫോട്ടോഷൂട്ടിൻ്റെ താഴെ വന്ന കമൻസ് പോലും വേണ്ട, എന്തൊരു വൃത്തികെട്ട ഫോട്ടോ ആണിത്, നിനക്കൊന്നും നാണോ മാനോ ഉണ്ടോ ഞൊണ്ടിക്കാൻ. കമന്റാണ് എന്നെ ഞൊണ്ടിക്കാലാന്ന് വിളിച്ചത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ എന്നുള്ളൊരു വ്യക്തി ഇങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? ഇതും കണ്ടുകൊണ്ട് ഞാൻ ഓക്കെ, ശരി, ഞൊണ്ടിക്കാലാന്ന് വിളിച്ചു, താങ്ക് യു സോ മച്ച്, ഇങ്ങനെ തിരിച്ചൊരു മറുപടി കൊടുക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ളൊരു വ്യക്തിയല്ല ഞാൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കുകയുള്ളൂ. എടാ മോനെ, നീ പ്രതികരിച്ചോ? നീ കുറേ കാലങ്ങളായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ, ഇനിയും നീ പ്രതികരിച്ചുകൊണ്ടിരിക്കേ. അതിനകത്ത് ഞാൻ തെറ്റു പറയുന്നില്ല. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇത് എത്ര പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും കാണുമ്പോൾ നമുക്ക് പൊട്ടും, നമ്മൾ ചിലപ്പോൾ പറയും. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ അവസാനത്തെ വീഡിയോയിലാണെങ്കിൽ പോലും ഞാനത് മിണ്ടാതിരുന്ന പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോൾ അതും കൂടെ എടുത്ത് ഞാൻ പറയും. അതായത് നിന്റെ കുഞ്ഞിനെ ഇതുപോലെ തന്നെ, നിന്നെ ഈ പറയുന്നത് പോലെ തന്നെ നിന്റെ
കുഞ്ഞിൻ്റെ കാലിന് അല്ലേ ഈ വീഡിയോയുടെ അടിയിലും ഞാൻ കണ്ടു അങ്ങനെയുള്ള കമൻറ്റ്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഇവൻ്റെ ലാസ്റ്റ് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ അവൻ റിയാക്ട് ചെയ്തു. എൻ്റെ സ്ഥാനത്തേതേ ഇങ്ങനെ ഒരു മറുകൊണ്ട് അത് കൊച്ചിൻ്റെ സ്ഥാനത്തേലുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവനൊരു സാധനം ചെയ്തു. എടാ നീ അത് നിന്റെ കുഞ്ഞിനെ അടുത്ത് കിടത്തിക്കൊണ്ടാണ് ഈ വർത്താനം വിളിച്ച് പറയുന്നത്. നിനക്ക് മനസ്സിലായോ? അത് എത്ര വലിയ ബോറായിട്ടുള്ള ഒരു പരിപാടിയാ അബി. നാട്ടുകാർ പലതും പറയുന്നുണ്ട്, അത് ആ പൈതൽ കേൾക്കുന്നില്ല. പിടികിട്ടിയോ നിനക്ക്? അത് കേൾക്കുന്നില്ല. അതിന് നീ റിപ്ലൈ ചെയ്യുമ്പോൾ നീ ചെയ്തോ, തെറ്റില്ല, നീ ചെയ്തോ, നിനക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും കാലം നീ ചെയ്തുകൊണ്ട് നടക്ക്. പക്ഷെ അതിനകത്തൊന്നും ഒരു മാറ്റമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് ആ പൈതലിനെ അടുത്തൊന്നും കിടത്തിക്കൊണ്ട് നീ പറയാതിരിക്കുക. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് പണ്ട് തൊട്ടേ നീ ചെയ്യുന്ന കാര്യമാണ്. നിനക്ക് അത്രയും ബോധവും വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലേ? വിദ്യാഭ്യാസം വിടൂ, ബോധവും വിവരവും ഇല്ലേ നിനക്ക്? എടാ നീ ഈ പരിപാടി നിന്റെ മറ്റേ അങ്ങോട്ട് ടെമ്പർ തെറ്റി ബിഗ് ബോസിലൊക്കെ നമ്മൾ കണ്ടാ, നീ അങ്ങനെ അങ്ങോട്ട് നീ ആരാന്ന് നിന്റെ വിചാരം? നീ മാത്രമേ കോളനി വളർന്നിട്ടുള്ളൂ, നിനക്ക് മാത്രമേ എല്ലാം അറിയാവൂ, നീ മാത്രമേ ചൂടനുള്ളൂ എന്നാണോ നിന്റെ വിചാരം? മാറ്റിവെക്ക്. ഒരു വിലയും കിട്ടത്തില്ല നിനക്ക്. വന്നിരുന്ന് കഥ പറഞ്ഞാലും ആരും മൈൻഡ് ചെയ്യത്തില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, ബാക്കി നിന്റെ ഇഷ്ടമാണ്. നിന്റെ മറ്റേ വീട്ടിനകത്തോട്ട് ഞാൻ ഒളിഞ്ഞു നോക്കിയിട്ടൊന്നും പറയാനൊന്നും വരുന്നില്ല. ഈ കിടന്ന് കാണിക്കുന്ന മൊത്തം സോഷ്യൽ മീഡിയയിലാണ് നമ്മുടെ കണ്ണിലോട്ടാണ് കൊണ്ടു തരുന്നത്. അതുകൊണ്ട് പറഞ്ഞതാ. കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിൻ്റെ തന്നെ തൊട്ട് കാര്യം, ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ വിൽപ്പനയ്ക്ക് വെച്ച തള്ളയുടെ ശരീരം കണ്ട് നിൻ്റെയൊക്കെ മുഖത്ത് തുപ്പും. പണത്തിന് വേണ്ടി ആർത്ത് മൂത്ത് പെണ്ണുമ്പിള്ളയുടെ സാധനം വരെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്ന നാറി അവളുടെ തൊലിക്കെട്ട് സമ്മതിച്ചു. ഞൊണ്ടി ഒറ്റക്കാര്യമേ, എടാ ഏത് മോനൊക്കെയാണ് ഇങ്ങനത്തെ കമൻ്റൊക്കെ ഇടുന്നത്? എടാ ഇതൊക്കെ കുറച്ച് എങ്ങനെയാ നീയൊക്കെ? അപ്പോൾ എൻ്റെ പൊന്നെ, നിന്നെയൊക്കെ വീട്ടിൽ കിടത്തി ഉറക്കാൻ പറ്റുമോ? നീയൊക്കെ നാളെ നിന്റെ അമ്മയുടെയും പെങ്ങളുടെ അടുക്ക വരെ ഈ ഒരു മൂഡായിരിക്കുമല്ലോ പിടിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, അബിയുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ പൊട്ടി അവൻ തെറി പറയുന്നതിനകത്ത് അബി നിന്നെ ഒരു പരിധിക്കുള്ളിൽ ഞാൻ കുറ്റം പറയില്ല. പക്ഷെ നീ അത് ആ പറയുന്ന സാഹചര്യം ഒന്ന് നോക്കടാ. ഞാൻ അതേ ചോദിക്കുന്നുള്ളൂ. അവരെന്താണോ തെമ്മാടിത്തരം കാണിക്കുന്നത് അതിൻ്റെ ഡബിളാണ് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഈ ഭാര്യയും കൊച്ചിനെയൊക്കെ മാറ്റി ഇരുത്തിയിട്ട് നീ നല്ല പച്ചക്കിരണ്ടെണ്ണം കൊടുക്ക്, ഞാൻ സപ്പോർട്ട് ചെയ്യാം. വലിയ തെറ്റൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഇത് കുറച്ച് ഓവറാ. ഇവളൊരു ഫോട്ടോ ഷൂട്ട് ചെയ്തു, ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാനും എൻ്റെ പെണ്ണുമ്പിള്ളെ അവളുടെ ഇത്രയും എൻ്റെ ഒരു കിടക്കുന്ന ആ സാധനത്തിന് ഇതിനകത്ത് ഇട്ട് അത്രയും പുണിതമായ ഒരു ഫോട്ടോയുടെ താഴെ വരുന്ന കമൻസിന് ഓക്കെ, സമൂഹം രണ്ട് തരം. മതിയേ, ഞാൻ കൂടുതലൊന്നും കേൾപ്പിക്കുന്നില്ല. അത്ര പുനിതമാന അല്ലേ, പുനിതമാന. എടാ ഇത്രയും പുനിതമാനായിട്ട് ഇരുന്നപ്പോഴ സമയത്താണ് നീ മറ്റേ പരിപാടി കാണിച്ചത്. ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ പറഞ്ഞു എന്നും പറഞ്ഞ് മറ്റേ ബിഗ് ബോസിൽ പോയ സമയത്ത് ഇത് എവിടുന്നാണ് ഈ കുഞ്ഞ് എന്നുള്ള രീതിയിലുള്ള സംസാരമൊക്കെ വന്നപ്പോഴത്തേക്ക് ആ കുഞ്ഞ് അവളുടെ വയറ്റിൽ കിടക്കുന്ന സമയത്താണ് നീ വന്നിരുന്നതല്ല പച്ച തെറി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം നിനക്കത് പുനിതമാന അല്ലേ? അന്ന് ആ പുനിതമാന ഇല്ലായിരുന്നു നിനക്ക്. അന്ന് നിനക്ക് ആ പുനിതമാന ഫീൽ ചെയ്തായിരുന്നെങ്കിൽ ഒരിക്കലും നീ അവളെ കീഴെ ഇരുത്തിക്കൊണ്ട് ഈ വർത്തമാനങ്ങളൊന്നും അന്ന് പറയത്തില്ലായിരുന്നു. അന്ന് ഞാൻ ഈ ചോദ്യം ചോദിച്ചതാ, ഈ ചെയ്യുന്നതല്ല ഏറ്റവും വലിയ തെമ്മാടിത്തരം. ഇന്നും അത് തന്നെ ചോദിക്കുന്നത്. നാട്ടുകാർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡബിൾ തെമ്മാടിത്തരമാണ് നീയും അപ്പുറം ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതെല്ലാം കണ്ടന്റ് ആക്കും. എന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി അതെടുത്ത് റിയാക്ട് ചെയ്താൽ മാത്രം നമ്മൾ കുറ്റക്കാര്. നീ വലിയ പുണ്യാളൻ. അയ്യോ, ഒരു പൊടിക്ക് ഒതുങ്ങിയ നിനക്ക് കൊള്ളാം. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, കൂടുതലൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല. ഇത് കുറേ ഉണ്ട്. ഇവൻ ഈ കഥ തന്നെയായിരുന്നു തന്നെയും പിന്നെയും ഇവൻ്റെ ഡിസബിലിറ്റിയുടെ കാര്യം തന്നെ ഇവനൊരു 10 പ്രാവശ്യം വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. മോനെ അബി നിർത്ത്, അത് വർക്കൗട്ട് ആവത്തില്ല, അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. കാരണം നിന്നെ കാണാൻ തുടങ്ങിയ ദിവസം തൊട്ട് ഞാനൊക്കെ കേൾക്കുന്നുണ്ട് നീ ഡിസബിലിറ്റിയുടെ നാട്ടുകാർ നിന്റെ ഡിസബിലിറ്റിയുടെ കാര്യം പറഞ്ഞ് കുത്തുന്നു. എന്തുവാ ഇത്? എന്നിട്ട് കുത്തല് നിന്നൊന്നും ഇല്ലല്ലോ. എന്നും കാണും ആ കുത്തല്. അത് നമുക്കറിയാം. അത് അങ്ങനെ ഒരു സാധനം മാറുവോടാ എന്നെങ്കിലും? സങ്കടത്തോടാ പറയുന്നത്. അങ്ങനെ ഒരു സാധനം ഇവിടെ മാറുമോ? കുറേ ആൾക്കാരുടെ മെൻറ്റാലിറ്റി അങ്ങനെയാണ്. നമുക്ക് അടിച്ച് മാറ്റാനൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ മറ്റേ സ്ക്രൂ ചെയ്ത് മാറ്റിക്കാനൊന്നും പറ്റത്തില്ല. എന്നും ഇങ്ങനെ കുറേ എണ്ണം പറഞ്ഞുകൊണ്ടിരിക്കും. നീ അതിനനുസരിച്ച് മറ്റേ പാവ തുള്ളുന്നവണക്ക് തുള്ളാതെ നിന്ന് കഴിഞ്ഞാൽ നീ പൊട്ടനായി പോകത്തേ ഉള്ളൂ. ഇപ്പം സംഭവിക്കുന്നതും അതാ. നാളെ ആ കുഞ്ഞ് കുറച്ചും കൂടെയൊക്കെ വലുതാകുമ്പം അപ്പോഴും ഇതൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരുത്തന്മാർ വന്ന് പറയൂടാ ഫേക്ക് ഐ ഡി എന്നൊക്കെ. അപ്പോൾ നീ ആ കുഞ്ഞ് കേൾക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ വിളിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തുമായിരിക്കും അത്? നീ മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇത് കേൾക്കുമ്പോഴെങ്കിലും ദൈവത്തിനറിയാം മനസ്സിലാവുമോ നീ. ചിലപ്പോൾ ഇതും അടുത്ത കണ്ടന്റ് ആക്കാനാവും പോകും, അല്ലാതെ വേറെ ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, അത്രേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണുക. പിന്നെ ഇവന്റെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് മൊത്തവും കണ്ടേക്കട്ടെ, അല്ലെങ്കിൽ ഇവൻ നാളെ പറയും പകുതി മാത്രമേ എടുത്ത് നിങ്ങൾ കാണിക്കുന്നുള്ളൂ, വേറെ പണിയുണ്ടാ കുഞ്ഞ്, നിന്റെ കഥ മാത്രം കാണിക്കാനല്ല, നിന്റെ വീഡിയോ മൊത്തം നമ്മൾ കണ്ടതാ.
നാട്ടുകാരും കണ്ടവരായിരിക്കും ഈ വീഡിയോ കാണാനും വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.